തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അവസാനിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏറെക്കുറെ പൂർത്തിയായി. ഇനി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനും സ്ക്രൂട്ടനിക്കുമുള്ള അവസാന ദിനങ്ങൾ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളം. ഏറ്റവും വീറുട്ട പോരാട്ടം നടക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ജീവൻ മരണ പോരാട്ടത്തിനൊരുങ്ങുകയാണ് BJP. കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ട ഭരണം ഇക്കുറി പിടിക്കണം. ഇക്കുറിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഭരണമില്ല എന്ന് തലസ്ഥാനത്തെ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. വികസിത അനന്തപുരി എന്നുള്ള വലിയ അജണ്ടയുമായി, വലിയ ഒരു പ്രഖ്യാപനവുമായി, വലിയ ആഹ്വാനവുമായി, വലിയ പ്രചരണവുമായി മുൻനിരയിൽ നിൽക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതലയ്ക്ക് ചുക്കാൻ പിടിക്കുക, സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ യാത്ര ചെയ്യുക, ഓരോ സ്ഥാനാർത്ഥിക്കും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വീറിലും വാശിയിലുമാണ് തലസ്ഥാന കോർപ്പറേഷനിൽ ഇക്കുറി BJP പോരാട്ടത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ 2 തവണയും 35 വാർഡുകൾ നേടിയ 2ാം സ്ഥാനത്ത് വന്ന BJP ഇക്കുറി 51 എന്ന മാന്ത്രിക സംഖ്യ, 52 എന്ന മാന്ത്രിക സംഖ്യ നേടാൻ, എന്നാൽ അതിനുമപ്പുറം നേടാനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും വലിയ ആവേശമായി, ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് BJPക്ക് RSSന്റെ ഒരു ഗ്രൗണ്ട് സർവേ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. RSS താഴെത്തട്ടിൽ നടത്തിയ കൃത്യമായ സർവേയുടെ ഒരു റിപ്പോർട്ട് BJPക്ക് ഏറെ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതാണ് എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. മറ്റൊന്നുമല്ല, 55+ സീറ്റ് നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം നേടും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇക്കുറി BJP ഭരണം പിടിക്കും. കഴിഞ്ഞ തവണ വിജയിച്ച 35 വാർഡുകൾ വിജയിക്കുക മാത്രമല്ല, 20 വാർഡിലധികം ഇത്തവണ ഈസിയായി വിജയിക്കുകയും അടുത്തുള്ള 11 വാർഡുകൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള, ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുമെന്നാണ് RSSന്റെ ഗ്രൗണ്ട് സർവേ റിപ്പോർട്ട് വരുന്നത്. അതായത് BJP 55+ 60 62 സീറ്റുകളിലേക്ക് BJP ഇത്തവണ വിജയം കുറിക്കും. BJPയുടെ അജണ്ടയും BJPയുടെ ലക്ഷ്യവും 70 സീറ്റുകളാണ്. എന്നാൽ 70 സീറ്റുകൾ വിജയിക്കുമെന്ന് BJPക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. എന്നാൽ RSSന്റെ റിപ്പോർട്ട് ഒരിക്കലും തെറ്റാറില്ല. RSSന്റെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു 55 മുതൽ 60 വരെ വാർഡുകളിൽ BJP ജയിക്കും. BJP സ്ഥാനാർത്ഥികൾക്ക് എവിടെയാണ് പോരായ്മയുള്ളത്, ആ പോരായ്മ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്താനായി RSSന്റെ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രചരണം RSS ഏറെക്കുറെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവലിൽ വർക്കുകൾ സുതാര്യമായി നടക്കുന്നു. സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ പോലും വീടുകളിൽ കയറിയിറങ്ങിയുള്ള പ്രചരണം നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ജനക്കൂട്ടമുള്ള ഇടങ്ങളിലേക്ക് സ്ഥാനാർത്ഥി എത്തുന്നു. എന്നാൽ കോർപ്പറേഷനിലെ വാർഡുകൾ ഓരോന്നും ഒരു വട്ടമല്ല പലവട്ടം കയറി ഇറങ്ങി RSSന്റെ സ്വയംസേവകർ, RSSന്റെ പ്രവർത്തകരൊക്കെ തന്നെ ഗൃഹസമ്പർക്കം നടത്തുന്നു. ഗൃഹസമ്പർക്കത്തിലൂടെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇത്തവണ BJPക്ക് ഒരു അവസരം തരണം. ഇത്തവണ BJPക്ക് ഒരു അവസരം തന്നാൽ BJP തിരുവനന്തപുരം നഗരത്തെ ലോകോത്തര നിലവാരമുള്ള ഒരു നഗരമാക്കി മാറ്റും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന അനന്തപുരി വികസന സമ്മേളനത്തിൽ, ആ പ്രഖ്യാപനത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യമുണ്ട്. BJPക്ക് ഒരു തവണ തലസ്ഥാന നഗരസഭ നിങ്ങൾ തന്നു നോക്കൂ. കോർപ്പറേഷനിലെ ഭരണം തന്നാൽ 45 ദിവസത്തിനകം തിരുവനന്തപുരത്തെ ലോകോത്തര നിലവാരമുള്ള ഒരു നഗരമാക്കി മാറ്റാനുള്ള പ്രഖ്യാപനം നടത്തും. ആ പ്രഖ്യാപനം നടത്തുന്നത് മറ്റാരുമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. ഇത്തരമൊരു വാഗ്ദാനം തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് നൽകാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾക്കല്ലാതെ ആർക്ക് കഴിയും? നമ്മൾ മനസ്സിലാക്കണം, ആ വാക്കുകൾ മനസ്സിലാക്കണം. ഈ കോർപ്പറേഷനിൽ വിജയിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ ഈ കോർപ്പറേഷനെ ലോകോത്തര നിലവാരത്തിലുള്ള ഈ തലസ്ഥാനത്തെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തലസ്ഥാനമാക്കി, ഒരു നഗരമാക്കി മാറ്റുന്നതിൻ്റെ പ്രഖ്യാപനം
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തും. ഇനി എന്ത് വേണം? ഇതിൽ പരം എന്ത് ഉറപ്പാണ് തലസ്ഥാന നഗരവാസികൾക്ക് വേണ്ടത്? ഇത്രയും കാലം ഇടത് വലത് മുന്നണികൾക്ക് നിങ്ങൾ വോട്ട് ചെയ്തു. നിങ്ങൾ ഇടത് വലത് മുന്നണികളെ നിങ്ങൾ വിജയിപ്പിച്ച് കയറ്റി. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ദുരിത ഭരണം, കഴിഞ്ഞ 5 വർഷക്കാലത്തെ കോർപ്പറേഷൻ ഭരണം, ഒരു മേയറാകട്ടെ പക്വതയും പാകതയും ഇല്ലാതെ ഈ തലസ്ഥാന നഗരത്തിന്റെ വികസനത്തെ മുരടിപ്പിച്ച ഒരു മേയർ. വെള്ളക്കെട്ടിനൊരു പരിഹാരമില്ല, തെരുവ് നായ ശല്യത്തിനൊരു പരിഹാരമില്ല, വഴിവിളക്കുകാരുടെ കാര്യത്തിൽ ഒരു പരിഹാരമില്ല, റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരമില്ല. അങ്ങനെ തലസ്ഥാനവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടാത്ത 5 വർഷക്കാലം. ആ 5 വർഷക്കാലത്തിൽ നിന്ന് ഒരു ദുരിതമകറ്റുന്ന ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു 5 വർഷത്തിലേക്കുള്ള ഒരു വോട്ടിങ്ങാണ് BJP തലസ്ഥാന നിവാസികൾ ചോദിക്കുന്നത്. ആ വോട്ട് നൽകിയാൽ തിരികെ നിങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു നഗരം നൽകാമെന്നാണ് BJP പറയുന്നത്. BJP വിചാരിച്ചാൽ നടക്കും, രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ നടക്കും. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും, നരേന്ദ്രമോദി ആ നിർണായകമായ പ്രഖ്യാപനം നടത്തും. ഇതാണ് തലസ്ഥാനത്ത് BJP മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. അതുമാത്രമല്ല, നിങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കൂ. ആരൊക്കെയാണ്? എത്രത്തോളം അനുഭവ സമ്പന്നരാണ്? രാഷ്ട്രീയപരമായി ഏറ്റവും ചെറിയ പ്രായം മുതൽ രാഷ്ട്രീയപരമായി ഏറ്റവും പക്വത ഉള്ള ആളുകൾ വരെ മത്സരിക്കുന്ന ഒരു നിര. ഒരു വാർഡിലെ ജനങ്ങൾക്ക് സുപരിചിതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ അറിയാവുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ. DGP, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആർ ശ്രീലേഖ മുതൽ ഒളിമ്പ്യൻ പത്മിനി തോമസ് മുതൽ, അതുപോലെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയ S മഹേശ്വരൻ നായർ മുതൽ, തമ്പാനൂർ സതീഷ് മുതൽ എത്രയോ ആളുകൾ, BJPയുടെ സ്ഥിരം മുഖങ്ങൾ, പുതുമുഖങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള വ്യത്യസ്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പട്ടിക തന്നെ എത്രത്തോളം സമ്പന്നവും സമ്പുഷ്ടവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇക്കുറി BJP രണ്ടും കൽപ്പിച്ചൊരു പോരാട്ടത്തിന് തന്നെയാണ്. ആ പോരാട്ടം എന്നുള്ളത് തിരുവനന്തപുരം നഗരഹൃദയത്തെ പിടിക്കാൻ, അനന്തപുരി പിടിക്കാനുള്ള BJPയുടെ തേരോട്ടമാണിത്. അതിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ നിരവധി വാർഡുകൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരത്തെ 71 വാർഡുകളിൽ BJP മുന്നിലായിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷം വാർഡുകളിലും നിരവധി വോട്ടുകൾക്കായിരുന്നു മുന്നിൽ, 1, 2, 5 വോട്ടുകൾക്കല്ല. അപ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ വലിയ സ്വാധീനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ BJPക്ക് ആ 71 സീറ്റുകളിലെ ആ ലീഡ്, മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയ സംഭവമായി മാറും. എന്തായാലും BJP പിന്നോട്ടില്ല, BJP മുന്നോട്ട് തന്നെയാണ്. ഇത്തവണ നഗരം പിടിക്കാനും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കൈയാളാനുമുള്ള സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന് ആത്മവിശ്വാസം നൽകുന്ന ഫലങ്ങളാണ്, ഒപ്പീനിയൻ പോൾസ് ആണ്, അല്ലെങ്കിൽ സർവേ ഫലങ്ങളാണ് BJPക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. RSSന്റെ എണ്ണയിട്ടതുപോലെയുള്ള പ്രവർത്തനം, ചിട്ടയായ പ്രവർത്തനം താഴെത്തട്ടിൽ BJPക്ക് മുതൽക്കൂട്ടാവുന്നുണ്ട്, കരുത്താകുന്നുണ്ട്. RSSന്റെ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു. ഗ്രൗണ്ട് സർവേ ഫലം BJPക്ക് വലിയ വിജയം ലഭിക്കുമെന്ന് തന്നെയാണ്, ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്.